കാര്യം ഇതിലിവർ ഉപയോഗിച്ചിരിക്കുന്നത് കേബിൾ ടി വി നെറ്റ്വർക്ക് റൂൾ 19 നെറ്റ്വർക്ക് റൂൾ പ്രകാരമാണ്. അതിലെ സെക്ഷൻ 61P പ്രകാരമാണ് ഇത്തരം ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിൻ്റെ വിശദീകരണം. അപ്പോൾ ആ വകുപ്പ് നമ്മൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു ലൈവ് ടെലികാസ്റ്റ്, അതായത് ഒരു ടെററിസ്റ്റ് ഓപ്പറേഷൻ നടത്തുമ്പോൾ, ടെററിസ്റ്റ് ആക്രമണം നടക്കുമ്പോൾ കമാൻഡോ വിങ്ങിൻ്റെ സൈന്യത്തിൻ്റെയൊക്കെ തന്നെ ഓപ്പറേഷൻസിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷൻ പോലും ആകർഷിക്കപ്പെടുകയുള്ളൂ. ഇവിടെ NDTVക്ക് നേരെ ആരോപിക്കപ്പെടുന്ന ഇതിൽ അവിടെ ഒരു ലൈവ് ടെലികാസ്റ്റ് ഇല്ല. ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ഇല്ല, സൈനിക നീക്കങ്ങളുടെ വിഷ്വൽസ് ഇല്ല, ആ പറയുന്ന ഒരു കാര്യങ്ങളുമില്ല. അവരുടെ ഒരു കമൻട്രി മാത്രമാണ്. പത്താംകോട്ട് ആക്രമണം നടക്കുന്നു, ഇന്നതാണ് സാഹചര്യങ്ങൾ എന്ന് പറയുന്ന ഒരു കമൻട്രി. അതും ലൈവല്ല. കാരണം എങ്ങനെ കാണാൻ സാധിക്കും? അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു സൈനിക താവളത്തിന് പുറത്തു നിന്ന് ഒരു റിപ്പോർട്ടർ അതിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിന് നമുക്കൊരു ലൈവ് കമൻട്രി എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ കൃത്യമായി NDTVക്ക് ഞങ്ങളോട് അനുകൂലിക്കാത്തവരാണോ എങ്കിൽ നിങ്ങളെ ഞങ്ങൾ ദേശവിരുദ്ധരായി മുദ്രകുത്തും. ഇപ്പോൾ ഒരു ലൈനാണിത്, പലരും പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്ന ഒരു ലൈൻ. മോഡിക്ക് ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ BJP സർക്കാരിന് ഇഷ്ടമല്ലാത്തത് എന്തും പറയുന്നവർ മുഴുവൻ രാജ്യദ്രോഹികളാണ്. അവരൊക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ തന്നെ പല കമൻറ്റുകളും നവമാധ്യമങ്ങളിൽ തന്നെ BJP അനുകൂലികളുടെ പല കമൻറ്റ് അവർ പറയുന്നത് NDTV ഒരു ദിവസം നിരോധിച്ചാൽ പോരാ, മുഴുവൻ സമയം ഇനി ഈ TV വേണ്ടെന്നാണ്. ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ അസഹിഷ്ണുതയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത അന്ധരായ സംഘപരിവാർ മോഡി ഭക്തരുടെ അതേ സ്വഭാവത്തിൽ തന്നെയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലൊരു വലിയ ഒരു തടസ്സമാണ് ഇവർ സൃഷ്ടിക്കുന്നത്. ഈ വിലക്ക് ന്യായീകരിക്കത്തക്കതല്ല. ഇവർ മുന്നോട്ട് വെക്കുന്ന വകുപ്പുകൾ പോലും ഈ പറയുന്ന ഏകദിന വിലക്കിനെ ന്യായീകരിക്കുന്ന ഒന്നല്ല. ശ്രീ KVS ഹരിദാസ്, അതാണ് ഈ വിലക്കിനെ ന്യായീകരിക്കത്തക്ക തരത്തിലുള്ള അല്ലെങ്കിൽ നിയമപരമായി നിലനിൽക്കുന്ന തരത്തിലുള്ള ഒന്നല്ല ഈ വിലക്ക് എന്നാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. താങ്കളും വായിച്ചിട്ടുണ്ടാകും. നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. നേരത്തെ ലിജു പറഞ്ഞതും അതുതന്നെയാണ്. അപ്പോൾ ഏത് വഴിയും ഈ ചാനലിനെ അടച്ചുപൂട്ടിക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു ശക്തമായ സന്ദേശം കൊടുക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നത് ആരാണ്? അത് സർക്കാർ തന്നെയല്ലേ? അല്ല ഹർഷൻ, ഈ നിയമം ഇത്തരത്തിലുള്ള ഈ നിയമം നടപ്പിലാക്കിയത് ആദ്യമായിട്ട് BJP ഗവൺമെൻറ് അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. 2005 മുതൽ 2014 വരെ 21 ഉത്തരവുകൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ നിന്ന് ഇതുപോലെ സമാനമായിട്ടുണ്ടായിട്ടുണ്ട്. 21 ചാനലുകൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എന്തിനായിരുന്നു ശ്രീ KVS ഹരിദാസ്? അത് നമുക്ക് വസ്തുത പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തിനായിരുന്നു അതുകൂടി പറയാം. അല്ല ഹർഷൻ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു പാരമ്പര്യം ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷമല്ല. അൽ ജസീറയ്ക്കെതിരായിട്ടുള്ള നടപടി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 2 മാസത്തേക്കാണ് അൽ ജസീറ ചാനലിനെ ബാൻ ചെയ്തത്. ഇന്ത്യയിലെ മറ്റ് ചാനലുകൾക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഈ തീരുമാനം എടുത്തത് ഇതേ ഇൻ്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി തന്നെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ സമഗ്രമായിട്ട് പഠിക്കേണ്ടതാണ്. UPA സർക്കാർ ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ ഉപമിക്കാം, അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യാം. പകരം കഴിഞ്ഞ UPA സർക്കാർ ചെയ്തതാണ് എന്നത് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം അമിത ലൈംഗികത പ്രദർശിപ്പിച്ചതിനോ അതല്ലെങ്കിൽ അങ്ങേയറ്റം ഗുരുതരമായി ആ നിലയ്ക്കുള്ള തെറ്റുകൾ ചെയ്തതിനോ മാത്രമാണ് ആ കാലത്ത് ഇത് എടുത്തു പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ പറയുന്നത് പോലെ നിയമപരമായി നിലനിൽക്കില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ മാർക്കണ്ഡേയ ഗഡ്ജുവിനെ പോലെയുള്ള ഒരാൾക്ക് തന്നെ തോന്നുന്ന തരത്തിലുള്ള ഒരു വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു നടപടിയെടുക്കുന്നത്, അത് രവീഷ് കുമാറിൻ്റെ തുടർച്ചയായി ഈ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന, ഒരുപക്ഷെ JNU വിഷയത്തിലൊക്കെ അങ്ങേയറ്റം ശക്തമായ നിലപാട് സർക്കാരിനെതിരെ സ്വീകരിച്ച ഒരു ചാനലിനെതിരെ ഈ നടപടി വരുമ്പോൾ സ്വാഭാവികമായും ചർച്ചയുടെ ഗതി ഇതായിരിക്കും, സംശയങ്ങളുടെ സ്വഭാവം ഇതുതന്നെയായിരിക്കും. അല്ല ഞാനതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നടപടികൾ ചാനലുകൾക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു. കാരണം വേറെയാണ്. ഹർഷൻ പറഞ്ഞത് തന്നെയാണ്, മറ്റ് ചാനലുകൾക്കെതിരായ. പക്ഷേ അൽ ജസീറയ്ക്കെതിരായിട്ടുള്ള നടപടിയുടെ കാരണം ഇതിന് സമാനമാണ്. പക്ഷെ അത് ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ
നമ്മളൊരു ദേശസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും ചില നടപടികൾ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷെ അത് എടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ചർച്ചയാവാം. ഇപ്പോൾ മാധ്യമരംഗത്ത് നമുക്കറിയാം പ്രസ് കൗൺസിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം പ്രസ് കൗൺസിലിൻ്റെ മെമ്പറുമായിരുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ അച്ചടി പത്രങ്ങളെക്കുറിച്ചോ അച്ചടിച്ച് വരുന്ന പത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു സംവിധാനം നിലവിലുണ്ട്. അത് കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ ടി വി ചാനലുകളുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു സംവിധാനം ഇതുവരെ നിലവിലില്ല. അതിന് ചാനലുകൾ കൂടി ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വയം വിമർശനപരമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം എന്ന് മാധ്യമങ്ങൾ തന്നെ, അതായത് ടെലിവിഷനുകൾ തന്നെ ആലോചിച്ച വിഷയമാണ് മുംബൈ ആക്രമണം. ആ ആക്രമണത്തിന് ശേഷം വളരെ കൃത്യമായി ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആ തരത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നതും. നേരത്തെ ലിജു സൂചിപ്പിച്ചതുപോലെ ലൈവായി ഈ പത്താൻകോട്ട് ആക്രമണം നടക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ചെന്ന് നിന്നുകൊണ്ടൊരു ക്യാമറാമാനോ റിപ്പോർട്ടറോ അത് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നടപടി. അതായത് മുംബൈ ആക്രമണത്തിന് സമാനമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടില്ല എന്നതാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നതാണ് സംശയം. ഹർഷൻ, NDTVയെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല ഹർഷൻ. ഞാനൊരു കാര്യം ഹർഷൻ്റെ സത്യത്തെ കൊണ്ടുവരട്ടെ. കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഇതേ NDTVയുടെ മേധാവിയായിട്ടുള്ള വനിതാ പത്രപ്രവർത്തക അവരവിടെ ചെന്ന് നടത്തിയ ഒരു ലൈവ് ടെലികാസ്റ്റ്, കാർഗിൽ മേഖലയിൽ നിന്ന് നൽകിയ ഒരു റിപ്പോർട്ട്, അതിനെക്കുറിച്ച് അന്നത്തെ നാവികസേനാ മേധാവി, എനിക്ക് തോന്നുന്നു 2008 അവസാനം ഡിസംബറിലാണ്, അത് 98-99 ജാനുവരിയിലോ മറ്റോ നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അഡ്മിറൽ മാലിക് അത് പറഞ്ഞത്. പക്ഷേ ഒരു പ്രശ്നം, അത് അന്ന് നടന്ന ഒരു സംഭവമാണ്. ശരിയാണ്, NDTVക്ക് ആ നിലയ്ക്കുള്ള പാളിച്ച അന്ന് സംഭവിച്ചിട്ടുണ്ടാവാം. അതിനുശേഷമാണ് മുംബൈ ആക്രമണം ഉണ്ടാവുന്നത്. അന്നും പാളിച്ച എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ചാനലുകൾ അടക്കം വളരെ കൃത്യമായി അവിടെ നിന്ന് ഓൺ ദ സ്പോട്ട് റിപ്പോർട്ടിംഗ് ആയിരുന്നു. അതെല്ലാം സംഭവിച്ചത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നടപടിയെ അതെങ്ങനെ നീതീകരിക്കുമെന്നതാണല്ലോ പ്രശ്നം. അല്ല ഹർഷൻ, അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം സംഭവങ്ങൾ തുടർന്ന് വരുന്നു. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതും കൂടി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട്, ആ പരാതിയും കൂടി. കാരണം ഇതേ ലേഖിക ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഈ കാശ്മീർ അതിർത്തിയിൽ സംഘർഷം നടക്കുന്നതിനിടയിൽ കാശ്മീർ ബോർഡറിൽ പോയിട്ട് ഇന്ന ഭാഗത്തുകൂടി ഭീകരന്മാർക്ക് തുറഞ്ഞു വരാനുള്ള സൗകര്യമുണ്ട്, ഇവിടെ സെക്യൂരിറ്റി കുറവാണ്, ഇതിലെ കൂടെ കടന്നു വരാനുള്ള മാർഗമുണ്ട് എന്നൊരു റിപ്പോർട്ട്, എന്നൊരു വാർത്ത ടെലികാസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരുമാതിരി എല്ലാ മാധ്യമങ്ങളും മുംബൈ ആക്രമണത്തിന്റെ തുടർച്ചയായി, അതല്ലാതെ ഇപ്പോൾ തന്നെ ഈ നമ്മുടെ തീരദേശ സുരക്ഷയിലെല്ലാം വന്നിരിക്കുന്ന വലിയ വലിയ പഴുതുകളെക്കുറിച്ച് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ. ഈ അതിർത്തിയിൽ ഇന്നതാണ് സാഹചര്യം, ഈ സാഹചര്യം മാറേണ്ടതുണ്ട്, ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നത് ഒരു മാധ്യമം ചെയ്യേണ്ട കടമ തന്നെയാണ് എന്ന് വിശ്വസിക്കാനേ എനിക്ക് തരമുള്ളൂ. താങ്കളും അങ്ങനെ തന്നെ കരുതുമെന്ന് കരുതുന്നു. ആയിരിക്കാം, ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളൊരു പരാതിയും കൂടി ഉണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ അതിനകത്ത് കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സുരക്ഷയുടെ കാര്യത്തിൽ, ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് ഒരു മാധ്യമവും തയ്യാറായിക്കൂടാ, ഒരു ചാനലും തയ്യാറായിക്കൂടാ. അത് നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. വളരെ കൃത്യമായി ദേശസുരക്ഷ എന്നത് തന്നെയാണ് മുന്നോട്ടെടുത്തു വയ്ക്കുന്നത്. നമ്മൾ ഈ ആക്രമണത്തെക്കുറിച്ചോ, ഈ പത്താൻകോട്ടിലെ ആക്രമണത്തിൽ എത്ര മേലുദ്യോഗസ്ഥർക്കെതിരെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഉറിയിലെ ആക്രമണത്തിൽ എത്ര മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ആരും തരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഒരു ജവാന്റെ, ഈ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ജവാന്റെ മൃതദേഹം എടുത്തു കാണിച്ചാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക കേന്ദ്ര സർക്കാർ. ആ സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. വളരെ സെൻസിറ്റീവായ വിഷയമാണ്. ആ വിഷയത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാൽ വലിയ പ്രശ്നമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു വച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നേരിടുക? ദേശസുരക്ഷ ബലികഴിക്കണം എന്ന് ആരും പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരം നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം,
ദേശസുരക്ഷയെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു തരത്തിലുള്ള ലൈവ് കവറേജ് ഇല്ല. എഴുതപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും ശിക്ഷിക്കപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം വെച്ചിട്ടാണ് ഇവിടെ NDTVക്ക് ഇത്തരം ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീ KVS ഹരിദാസിൻ്റെ, അദ്ദേഹം വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ആ മുൻവിധിയുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം മലപ്പുറം കളക്ട്രേറ്റിൽ സ്ഫോടനമുണ്ടായതിനു ശേഷം മാധ്യമപ്രവർത്തകർ അവിടുത്തെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. രാത്രി ഇതാണ് അവിടുത്തെ ഇരുണ്ട ഭാഗങ്ങൾ, ഇന്ന പ്രദേശത്ത് ഇതാണ്, ഇവിടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ട്, ആ 2 പോലീസുകാരുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തനം അടുത്ത ദിവസം കേസെടുത്ത് ജയിലിലിടണം. ഇവിടെ ബർഖാദത്തിനെ അല്ലെങ്കിൽ മുതിർന്ന മാധ്യമധർമ്മം നിറവേറ്റുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ മുൻവിധിയോടെ സംസാരിക്കണം. അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഒരർത്ഥത്തിലും ഇത്തരത്തിൽ NDTVയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുള്ളതില്ല എന്ന കാര്യം ആ വാർത്ത വിലയിരുത്തുന്നവരും ഇതിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. ഇവിടുത്തെ പ്രശ്നം BJP സർക്കാരിൻ്റെ മുൻവിധിയാണ്. ഇവരാഗ്രഹിക്കുന്നത് അർണാബ് ഗോസ്വാമിയൊക്കെ പോലെയുള്ള ഹിസ് മാസ്റ്റേഴ്സ് വോയിസസിനെയാണ്. ബാക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച കണ്ടു. OROP വിഷയത്തിൽ ഒരു ജവാൻ മരണമടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹം വിളിച്ചു പോകുന്നതിനെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നാണ്. അവിടെ ഒരു മരണമടഞ്ഞ ഒരു ജവാൻ്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ പോകുമ്പോൾ അതൊന്നും പറ്റില്ല, ഇത് രാഷ്ട്രീയവൽക്കരണമാണ് എന്ന് പറഞ്ഞ ഒരാൾ നിലവിളിക്കുകയാണ്, അലറി വിളിക്കുകയാണ് മോഡിക്ക് വേണ്ടി. അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരായി എല്ലാവരും മാറണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബഹുമാനീയ ശ്രീ രാജ്കുമാർ ഝാ പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. എല്ലാവരും സെൽഫി ജേർണലിസ്റ്റുകളാകുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രധാനമന്ത്രിയെ മോഡിയെ കാണുമ്പോൾ ഏറ്റവും മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം എന്ന് പറയുന്ന, അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കാൻ നിൽക്കുന്ന, ദേശീയ പതാക മാത്രം മുൻനിർത്തി ദേശരക്ഷ എന്നും വിളിച്ചു പോയിക്കൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഈ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും തകർക്കുന്ന തരത്തിൽ അധപ്പതിക്കുന്നവരാണ് എല്ലാ മാധ്യമപ്രവർത്തകരും എന്ന് BJP നരേന്ദ്രമോദിയും കരുതണ്ട. അങ്ങനെ അല്ലാത്തവരുമുണ്ട്, ആത്മാഭിമാനമുള്ളവരും സ്വതന്ത്ര മാധ്യമപ്രവർത്തനം നടത്തുന്നവരും. അവരെയൊക്കെ നിശബ്ദരാക്കാൻ ഉള്ള ഇത്തരം ശ്രമങ്ങളെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ NDTV തന്നെ ഉദാഹരണമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സി ന്യൂസിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതേ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല. ഒരേ തരത്തിൽ ഒരേ സ്വഭാവത്തിൽ റിപ്പോർട്ടുകൾ നൽകിയ 2 ചാനലുകളിൽ ഒരു ചാനലിനെതിരെ മാത്രം നടപടി ഉണ്ടാവുന്നത് ആ ചാനൽ തുടർച്ചയായി ഈ സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ടാണ് എന്ന് വിലയിരുത്തുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്നതിലോ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലേ, എല്ലാ ചാനലുകൾക്കും എല്ലാ പത്രങ്ങൾക്കുമെതിരെ ഒരേ രൂപത്തിൽ നടപടി ഉണ്ടാവാറില്ല. 1975 ഇന്ദിരാഗാന്ധി ഏറ്റവും ശക്തമായി നടപടി സ്വീകരിച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിനെതിരെയായിരുന്നു. കാരണം ആ പത്രമായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ ഏറ്റവും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതിന് സമാനമായ അവസ്ഥയിൽ ഇപ്പോൾ പല ചാനലുകളും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും NDTV പ്രത്യേകമായ രീതിയിൽ ഗവൺമെൻറ്റിനും BJPക്കും അസൗകര്യം ഉളവാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അസൗകര്യം ഉളവാക്കുന്ന ഒരു നിലപാട് മാധ്യമം സ്വീകരിക്കുന്നത് ഒരു തെറ്റല്ല. അതുകൊണ്ടാണ് മറ്റു പലരും, ഇപ്പോൾ അർണാബ് ഗോസ്വാമിയുടെയൊക്കെ പേരുടെ പരാമർശിക്കപ്പെട്ടല്ലോ, അവിടെയൊക്കെ അവർക്കുണ്ടാകുന്ന വീഴ്ചകൾ മാപ്പാക്കപ്പെടുന്നു, അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടാകാത്ത രീതിയിൽ അവർ ഭരണകൂടത്തെ അനുകൂലിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നുണ്ട്. ഒരു കണ്ടന്റ്, ഒരു ചാനലിലെ കണ്ടന്റിനെ അടിസ്ഥാനമാക്കി ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന വ്യവസ്ഥ എന്തുതന്നെയായാലും അത് വലിയ അപകടത്തിന് കാരണമാകും. ഇവിടെ NDTVക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ച നടപടി അത് നിലവിലുള്ള ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂൾസ്, നിയമം, ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പോലും അല്ല. കാരണം 2008 നിന്ന് വ്യത്യസ്തമായി അന്ന് നമ്മൾ കണ്ടു ഒരു കമാൻഡോ ഓപ്പറേഷൻ എപ്രകാരമാണ് ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നത് എന്ന്. ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഒരു ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈവ് ടെലികാസ്റ്റിന് ബാധകമാകുന്ന ഒരു നിയമം ലൈവ് ടെലികാസ്റ്റ് അല്ലാത്ത ഒരു പരിപാടിയുടെ പേരിൽ ഒരു മാധ്യമത്തിനെതിരെ ചുമത്തുമ്പോൾ അത് വലിയ അപകടത്തിന് കാരണമാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേവലം 24 മണിക്കൂർ നേരത്തെ വിലക്കാണ്. അത് ഒരു ചാനലിനെതിരെയാണ്. ഈ പരീക്ഷണം വിജയിച്ചാൽ നാളെ പല ചാനലുകൾക്കെതിരെ പല ദിവസങ്ങളോ പല മണിക്കൂറുകളോ നീണ്ടു നിൽക്കുന്ന വിലക്ക് ഏർപ്പെടുത്താൻ ഭരണകൂടത്തിന് കഴിയും. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും അതിനെ എതിർക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയുമില്ല. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരിച്ചു വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.